ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഇറച്ചിച്ചോറ് വെച്ചാലോ? എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ നല്ല പൊന്നേരിയിലാണ് ഇറച്ചിച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ്: ഉള്ളി വേണം, തക്കാളി വേണം, അതേപോലെ ഉരുളക്കിഴങ്ങ് വേണം ഒന്ന്. ഇറച്ചിച്ചോർക്ക് നിർബന്ധം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചപ്പ് ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്ത്. ഇനി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല നിർബന്ധമാണ്. എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക: മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇറച്ചി മസാലയും. എന്നിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിരുമ്പി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇതാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം കേട്ടോ. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചോറ് വെക്കാം. ചോറിന് ഇടാതെ ഓയിലും വെളിച്ചെണ്ണയും മൂപ്പിക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, പെരിഞ്ചീരകം, കരിവേപ്പിൻ്റെ ഇല അതിൽ മൂപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മളെ പൊന്നരിയാണ് കേട്ടോ. നല്ല തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. ചോറ് വേവിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു വെള്ളം നന്നായിട്ട് വറ്റി പോകരുത്. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഇറച്ചി അതിലേക്ക് തട്ടി കൊടുക്കണം. ഇത്ര വെള്ളം ഉണ്ടാകുമ്പോൾ വേണം നമ്മൾ ഈ ബീഫ് അതിലേക്ക് ഈ ചോറിൻ്റെ കൂടെ തട്ടി കൊടുക്കാൻ. അതാരും മറന്നു പോകരുത്. നന്നായിട്ട് വറ്റാൻ നിൽക്കരുത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ദമ്മിട്ട് വെക്കാം. മേലെ കുറച്ച് നെയ്യും. അപ്പോൾ ഓയിലും വെളിച്ചെണ്ണയിലാണ് ചോറ് വെച്ചത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും. അത്രയേ ഉള്ളൂ. സൂപ്പർ ഇറച്ചി ചോറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ചോറാണ്. ഒന്നും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നല്ല തേങ്ങ ചമ്മന്തിയാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.